നമസ്കാരം. ഗോഡസ് ഓഫ് ഫോർച്യൂൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശാന്തിയും ഐശ്വര്യവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ശക്തി ഈ ബ്രഹ്മാണ്ടത്തിലുണ്ട്. അത് ആദിപരാശക്തിയുടെ കരുണയാണ്. പ്രാർത്ഥന, ജപം, ധ്യാനം ഇവ നമ്മെ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ വഴികളും ദൈവിക പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കനകധാരാസ്തവത്തിൻ്റെ മഹിമയെക്കുറിച്ചും ജപരീതിയെക്കുറിച്ചുമാണ്. ആദി ശങ്കരാചാര്യരുടെ തപസ്സിൽ നിന്നും ജഗത്മാതാവായ മഹാലക്ഷ്മിയുടെ കൃപയാൽ ജന്മമെടുത്തതാണ് ഈ കനകധാരാസ്തുതി. ശ്രീ മഹാലക്ഷ്മിയെ ഇതിലും മനോഹരമായി വർണ്ണിക്കുന്ന മറ്റൊരു കൃതിയില്ല. അതുപോലെ ധനാകർഷണത്തിന് വേണ്ടി ജപിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സ്തുതിയുമില്ല. സൗഭാഗ്യം, സമൃദ്ധി, ദോഷനിവാരണം, മനഃശാന്തി എന്നിവ നൽകുന്ന ശക്തി നിറഞ്ഞ മന്ത്രശ്ലോകങ്ങൾ ആണ് ഇത്. കനകധാരാസ്തവം ദിവസവും പാരായണം ചെയ്യുന്നതിലൂടെ ധനപരമായ എല്ലാ ക്ലേശങ്ങളും മാറി ധനസമ്പാദനത്തിനുള്ള വഴി നിങ്ങൾക്ക് ദേവി തുറന്നു തരികയും ചെയ്യും. കനകധാരാസ്തുതി എപ്പോൾ വേണമെങ്കിലും ജപിക്കാമെന്നിരുന്നാലും ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് ജപിക്കുന്നത് ധനാകർഷണമുണ്ടാക്കും. രാവിലെ 6-നും 9-നും മധ്യേ, സന്ധ്യയ്ക്ക് 6-നും 9-നും മധ്യേയും ജപിക്കാവുന്നതാണ്. പൂജാമുറിയിൽ ഒരു നെയ്വിളക്കോ നല്ലെണ്ണയോ ഒഴിച്ച് തെളിയിച്ച വിളക്കിന് മുൻപിൽ 1000 ഇതൾ താമരയിൽ സ്വർണ്ണവർണ്ണത്തിൽ പുഞ്ചിരി തൂകിയിരിക്കുന്ന മഹാലക്ഷ്മി സകല സൗഭാഗ്യങ്ങളും തരുന്നതായി സങ്കല്പിച്ച് വളരെ ഭക്തിയോടെ, അതിലുപരി സ്നേഹത്തോടെ ദേവിയെ ധ്യാനിച്ച് ഈ സ്തുതി ചൊല്ലിക്കഴിഞ്ഞാൽ 16 ദിവസങ്ങൾക്കുള്ളിൽ ധനപരമായ ക്ലേശങ്ങളിൽ ഒരു മാറ്റം ഉറപ്പായും അറിയാൻ സാധിക്കും. ജഗദാംബയുടെ കടാക്ഷം എല്ലാവരിലും ഉണ്ടാകട്ടെ. നന്ദി.